ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക്. നിങ്ങൾ വീഡിയോ കണ്ട് ഒരുപാട് പേര് അതൊന്ന് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. കാരണം വ്യൂസ് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഉള്ള വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുന്നുണ്ട്. അത് വാച്ച് അവർ എനിക്ക് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലാവും. പക്ഷെ ഈ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ആ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാനുമായിട്ടൊരു എനർജി നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവുള്ളൂ കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പറ്റുമെങ്കിൽ കമന്റ് ഇടുക. നമുക്ക് നോക്കാം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എംപ്രസ് എനർജി ആണ്. വളരെ ഹാപ്പിയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പണ്ട് പ്ലാൻ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ റിയാലിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നിങ്ങൾ കുറച്ചധികം ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ വേയിൽ ചെയ്ത കുറെ ആൾക്കാർക്ക് അത് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ടെമ്പറൻസ് ആണ്, ബാലൻസ് ആണ്. ലൈഫിൽ വളരെ സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും ഇത് ഇമോഷൻസ്, നിങ്ങൾക്ക് ഹാപ്പി ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ. വളരെ സന്തോഷത്തിലാണ്. നിങ്ങളെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ വളരെ പ്രൗഡായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോയ കുറച്ച് തീരുമാനങ്ങളൊക്കെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ലൈഫേ പോവുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ ശരിക്കും നിങ്ങളെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കുന്നു ഈ സമയം. നിങ്ങൾ കുറേയധികം ആൾക്കാർക്കും അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് എന്നാണ് കാണുന്നത്. 9 ഓഫ് പെന്റക്കിൾ ആണ്. ഒരു ധാരാളം പൈസ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും സഫിഷ്യന്റ് ആയിട്ട് തോന്നുന്ന ഒരു ദിവസമാണ്. പൈസ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് നിങ്ങളൊരു ഫുൾഫിൽമെന്റ് ആണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെലവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൈസ ഇതിൽ കുറേയധികം ആൾക്കാർക്കും ഉണ്ട്. 9 ഓഫ് പെന്റക്കിൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ആവശ്യങ്ങൾ നടക്കുമോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇന്നേ ദിവസം നിങ്ങൾ കാശിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഇന്ന് ഓക്കെ ആയിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാര് ഒരാള് ജോലി ചെയ്യുന്നു, എഫേർട്ട് മുഴുവൻ ഒരാൾ എടുക്കുന്നു, വേറൊരാൾ അതിന്റെ മുഴുവൻ ബെനിഫിറ്റും എടുക്കുന്നത് മറ്റാൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ഉള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ള നിങ്ങളുടെ എഫേർട്ട് മുഴുവൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്ത് ആ എഫേർട്ടിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ മറ്റാൾക്കാർ അത് അനുഭവിക്കുന്നു. അതിൽ ഒരു പ്രയാസമുള്ള കുറച്ച് ആൾക്കാരെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ ഇതിൽ നിന്നും രക്ഷ നേടാം, ഇതിന്ന് എങ്ങനെ പുറത്തിറങ്ങാം, നിങ്ങളുടെ പ്രയത്ന ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കണം. അപ്പൊ അത് അങ്ങനെ കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട് പല ആൾക്കാർക്കും. അപ്പൊ നിങ്ങൾ അതെന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു worry ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു ഡബിൾ കാർഡ് ആണ് അതിനകത്ത്. അപ്പോ നിങ്ങൾ മോശമായ എന്തെങ്കിലും കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾ പുറത്തിറങ്ങാനുള്ള വഴി ആലോചിക്കുന്നുണ്ടായിരിക്കാം.
നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു, ഒരു അഡിക്ഷൻ പോലെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. പ്രണയം എന്ന പേരിൽ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോയി ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളിന്റെ വിരൽത്തുമ്പിൽ ചലിക്കുന്ന ഒരു പാവയാണ് നിങ്ങൾ. മറ്റൊരാൾ ചലിപ്പിക്കുന്നു, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നു. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പൊ കുറേയധികം ആൾക്കാരും ഇപ്പൊ ഒരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കുന്നു, ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നു, എങ്ങനെ ഇത് പുറത്തേക്ക് ഇറങ്ങാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോ അതിനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുക. കാരണം ഇല്ല, ഈ പാമ്പാട്ടി അറിയാലോ, അത് കുഴലൂതുമ്പോ പാമ്പ് ഇങ്ങനെ ചലിക്കുന്നത് പോലെ നിങ്ങൾ അങ്ങനെ വേറൊരാള് ചെയ്യുന്ന ആ ഒരു വേറെ ആൾ നിങ്ങളെ ട്യൂൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പൊ നിങ്ങൾക്കിത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ആയിപ്പോയി, നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു, അപ്പൊ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ അസ്തിത്വം ഉപേക്ഷിച്ച് നിങ്ങളുടെ അഭിമാനവും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെൽഫ് ലവ് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു അഭിമാനം നിങ്ങൾക്ക് പണയം വെച്ച് ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നിരിക്കില്ല, പക്ഷെ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാപ്പ് പോലെ നിങ്ങൾക്കത് പെട്ടുപോയതിൽ വളരെ വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ പുറത്തിറങ്ങും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. നിങ്ങൾ ഒന്നേന്ന് വീണ്ടും ഒരു ജീവിതം ആരംഭിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങണം. നിങ്ങൾ വിചാരിച്ചാൽ പുറത്തിറങ്ങാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഭീഷണിയിലും നിങ്ങൾ വീഴരുതെന്നാണ് കാണുന്നത്. ചിലരെ ഇതൊരു ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് കാശൊക്കെ ചിലപ്പോൾ ഈ ഒരു 3 of Pentacles വന്നത്, ഈ ഒരു 3 of Pentacles നിങ്ങളിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ പറ്റിച്ച് വാങ്ങുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാനുള്ള പൈസ, നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ ചിലപ്പോൾ ഈ ഒരു വശത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളൊന്ന് ആക്ഷൻ എടുത്താൽ മാത്രം മതി. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഭയപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് മറ്റുള്ളവർ എപ്പോഴും നമ്മളെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ധൈര്യം കാണിക്കണം എന്നാണ് കാണുന്നത് ഈ സമയത്ത്. പേജ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങൾ നേരത്തെ എന്തൊക്കെയോ കാര്യം ചെയ്തിരുന്നു, അത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും ഒന്നേന്ന് നിങ്ങൾ അത് ഒരു ഉത്സാഹത്തോടെ തുടങ്ങി എന്നാണ് കാണുന്നത്. അപ്പൊ നേരത്തെ ചെയ്തിരുന്നതിൽ നിന്ന്, അതാണ് ഈ ഒരു എംപ്രസും പറയുന്നത്. നേരത്തെ നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോ. അത് നിങ്ങൾ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തത് അതിന്ന് പൈസ ഇപ്പൊ കിട്ടുന്നു. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്തെങ്കിൽ വീണ്ടും ഒന്നിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് മതിയാക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പൊ അത് വീണ്ടും തുടങ്ങേണ്ട ഒരു സമയമാണിത്, മനസ്സിലാക്കുക. 5 of Swords ന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിരായുധരായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ചില ആൾക്കാരുടെ, കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണ്. നമ്മളിത് ഒരുപാട് പേര് കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർ ആയുധം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷേ ഈ ഒരു ഇതില് 5 of Swords ല് നിങ്ങൾക്ക് ആയുധം തരുന്ന ഒരു മാലാഖയാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല, മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു തോട്ടാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും നിങ്ങളെ രക്ഷപ്പെടുത്താനും ആളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ട്രാപ്പ് ആയാലും, അത് പൈസയ്ക്കുള്ളതായാലും റിലേഷൻഷിപ്പിലുള്ളതായാലും ജോലി സ്ഥലത്തായാലും, ചില ആൾക്കാർക്ക് ജോലി സ്ഥലത്തിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയതായിരിക്കാം, അതായാലും നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴികൾ വരുന്നു എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, ഇത് എനിക്കൊരു വഴി കാണിച്ചു തരണം, ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണം എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക. ദൈവം ആ ഒരു വഴി നിങ്ങൾക്ക് കാണിക്കും എന്നാണ് കാണുന്നത്.
ഫോർ ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇതിൽ സെയിം എനർജിയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ അത് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, എഫേർട്ട് മുഴുവൻ എടുക്കുന്നത് നിങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ക്രെഡിറ്റ് മുഴുവൻ നിങ്ങളുടെ ബോസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മറ്റാർക്കോ കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഉറക്കമുളയ്ക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജോലി അവിടെ ചെയ്യുന്നത്. പക്ഷേ ആ ക്രെഡിറ്റ് പോകുന്നത് മുഴുവൻ മറ്റൊരാൾക്കാണ്. അപ്പൊ അതിൽ വളരെയധികം വിഷമമുണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു യന്ത്രം പോലെ ജോലി ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു മടുപ്പും വരുന്നുണ്ട് ഈ സമയം. എന്തിനാണ് ഞാനിങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ്, നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയാണ് ദൈവം കാണിക്കുന്നത്. ഇപ്പോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആള് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് തന്നെ കാണുന്നുണ്ട്. അത് എത്രയും വേഗം ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് താമസമൊന്നുമില്ല. ഇതിലും ഈ ഒരു 2 of cups എന്ന് പറയുമ്പോൾ നിങ്ങളെ കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥയാണ്. ചിലര് ഇതൊരു റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. റിലേഷൻഷിപ്പിൽ നിങ്ങൾ stuck ആയിപ്പോയി. അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതില് ഈ ഒരു ആള് ഇവിടെ stuck ആയി പോയിട്ടുണ്ട്. ഒരു ബന്ധനത്തിലായ പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ ശരിക്കും ഒരു ഗൈഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാലാഖ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായ ആൾക്കാര് നിങ്ങളതിന്ന് ഒന്ന് മാറാൻ നോക്കുക എന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഉപയോഗമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. നമുക്ക് ടീ ലീഫ് കൂടെ നോക്കാം. ലോബ്സ്റ്റർ ആണ്. ഫിനാൻഷ്യൽ പിഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫിനാൻസിൽ ഒന്ന് ശ്രദ്ധിക്കാനും കൂടെ ഉള്ളൊരു അഡ്വൈസ് ആണ്. ലയൻ ആണ്. ടൈം ടു ആക്ട്. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഭയപ്പെട്ടിരുന്നു എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് കാണുന്നത്. കോയിൻസ് ആണ്. മണി വിൽ ബി കമ്മിങ് ടു യു. ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ സമയം. പല വഴികളിലൂടെ നിങ്ങളിലേക്ക് പണം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ജേണൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നോ, നിങ്ങൾ ചെയ്തിരുന്ന എല്ലാ കാര്യത്തിനും ഇപ്പോ അതിന്റെ ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഫെബ്രുവരി മന്ത് വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്തോ ഒരു നല്ല കാര്യം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഫെബ്രുവരി മാസം നിങ്ങൾ അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു വലിയ കാര്യം ഫെബ്രുവരിയിൽ നടക്കുമായിരിക്കാം. ബ്രോക്കൺ വിഷ് ബോൺ ആണ്. ചിലരുടെ ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമായിരിക്കാം ഇന്നേ ദിവസം ഇത് നടക്കാത്തത്. ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ്. അപ്പോൾ നാളെ ഇത് നടന്നുകൂടായികയില്ല. പക്ഷെ ഇന്നത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് കാണുന്നത്. ടവർ ആണ്. സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട്. അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് ശരിക്കും ദൃഢമായൊരു ഫൗണ്ടേഷൻ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം. എന്നാലേ നിങ്ങൾ സക്സസിലോട്ട് പോവുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം നല്ല ഒരു എഫേർട്ട് എടുത്താൽ, സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. ലില്ലിയാണ്. സ്പിരിച്വൽ ലവ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർ ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരിക്കാം, പ്രാർത്ഥനകൾ നിർത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. ഈ സമയം ഈ നവരാത്രിയാണ്, ഈ സമയം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഈ സമയം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ചക്രാസ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ് കാര്യം.
അപ്പൊ വിജയദശമി വരെ സമയമുണ്ട്. ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ 1 2 3 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറും. നിങ്ങൾക്ക് എനർജി ഫ്ലോ അത് കൃത്യമായി നടക്കാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കി വെക്കും. നിങ്ങൾ അങ്ങനെ ആ ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ ഈ സമയം നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ആയിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാര് അതിലെ അവരും നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. എല്ലാം റിലീസ് ആവും. നിങ്ങൾക്ക് എന്ത് അസുഖമായിരുന്നാലും അതങ്ങ് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ആ ഒരു ചക്രാസില് ശരിക്കും ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുറേയധികം ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. ഡോഗാണ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. നിങ്ങളെ ഒരു ഫ്രണ്ട് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചിലപ്പോൾ സ്പിരിച്വലി നല്ല ഒരു ഇതുള്ള നല്ല ശക്തിയുള്ള ഒരാൾ, സ്പിരിച്വൽ പാത്തിലുള്ള അതിൽ ശരിക്കും ഒരു വൈദഗ്ധ്യമുള്ള ഒരാളായിരിക്കാം നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ലെഗാണ് സ്റ്റെപ്പിംഗ് ഇൻ ന്യൂ എക്സ്പീരിയൻസ്. നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യമായിരിക്കാം, അത് പുതിയതായിട്ട് ഒന്ന് ആദ്യമായിട്ട് എന്തോ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം. ബ്രിഡ്ജാണ് സക്സസ്ഫുള്ളി ഓവർകമ്മിങ് എ പ്രോബ്ലം. നിങ്ങൾ എന്തോ ഒരു പ്രശ്നം, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ സക്സസ്ഫുള്ളി അത് ഓവർകം ചെയ്ത് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഇന്നത്തെ ഒരു മെസ്സേജ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ കുറേയധികം എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. ഡിവൈൻ മെസ്സേജ് കണ്ടതിന് ശേഷം ഒരുപാട് ജീവിതം മാറിയ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ചെയ്യുന്ന ഒരു എഫേർട്ടിന് നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരു വലിയ ഹീലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ താങ്ക് യു. ഒരുപാട് നന്ദി. എല്ലാവരോടും ഒരുപാട് സ്നേഹം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധി ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി. ഒരുപാട് സ്നേഹം.